ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് ഒരു ദിവസം കൂടെ നൽകിയിരിക്കെ നമുക്ക് ആണ്ടവർ എന്ന് ചൊല്ലുന്നതെന്ന് നമുക്ക് പഠിച്ചിടാം. എങ്കിൽ എഫെസ്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 9-ാം വാക്യം മുതൽ നമുക്ക് കീഴോട്ട് വാസിച്ചിടാം. എന്നാ ചൊല്ലുന്നത് നമ്മൾ 8-ാം വാക്യത്തിൽ നമ്മൾ വാസിച്ചാച്ച് 8-ാം വാക്യത്തിൽ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, നേരത്തെ നിങ്ങൾ തിരിയണം. നിൻ്റെ അവസ്ഥ എപ്പടിയായിരുന്ന? നീ ഇരുളായിരുന്നു, അതായത് നീ ഇരുട്ടിലെ മക്കളായിരുന്നു. നിനക്ക് വെളിച്ചമേ കിടക്കാതെ, നിനക്ക് എന്നെ പാക്കുന്നത് നിനക്ക് തിരിയാതെ, അങ്ങനെയുള്ള നിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്നെ ആക്കിയാച്ചേ, ഇപ്പോൾ എന്നെ പണിയാച്ചേ, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ഇപ്പോൾ ആണ്ടവരായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് വെളിച്ചമാകുന്നു. നേരത്തെ നിങ്ങൾ ഇരുളായിരുന്നു, അതായത് നിങ്ങൾക്ക് ഒന്നുമേ പാക്കാൻ മുടിയാതെ, നിങ്ങൾ എന്നെ പാക്കുന്നത് നിങ്ങൾ ശരിയോ തപ്പോ നിങ്ങൾക്ക് തിരിയാതെ. എന്നാൽ ഇപ്പം വെളിച്ചമാകുമ്പോൾ നമുക്ക് എല്ലാമേ കാണാം, എല്ലാമേ പാക്കലാം. എല്ലാം പാക്കുമ്പോൾ എപ്പോഴായിരിക്കും നമുക്ക് ശരിയായി പാത്തിട്ട് നമുക്ക് തിരിയും. നമ്മൾ എന്നാ ചെയ്ത് തപ്പോ ശരിയോ എന്ന് നമുക്ക് തിരിയും. എന്നാൽ നമുക്ക് ഇങ്ങനെ 10-ാം വാക്യം ഇത് നമ്മൾ നേരത്തെ വിസാരിച്ചാച്ചേ. ഇനി 10-ാം വാക്യത്തിൽ എന്നാ ചൊല്ലുക? 9-ാം വാക്യത്തിൽ കർത്താവ് പ്രസാദമായി എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിനുള്ളവരായി നടന്നുകൊള്ളുവീൻ. കർത്താവിന് പ്രസാദമായി ഇങ്ങനെ ചൊല്ലുവേന, കർത്താവിന് പ്രസാദമായത്. അതായത് നമ്മൾ എപ്പടി ജീവിക്കണം എന്ന് ചൊല്ലിയിരിക്കെ, ആണ്ടവരായ യേശു ക്രിസ്തുവിന് പ്രസാദമായ വണ്ണം. അതായത് നീ അപ്പടിയെ ജീവിക്കാൻ മുടിയാതെ, കാരണം നിനക്ക് ഫസ്റ്റ് നിനക്ക് തിരിഞ്ഞിടണം. നീ ഒരു ആണ്ടവരുടെ പൈതൽ താൻ. നീ ആണ്ടവരുടെ പൈതലാകുമ്പോൾ നീ എപ്പടി ജീവിച്ചിടണം? അതാണ് ഇങ്ങനെ ചൊല്ലുന്നത്. ആണ്ടവരുടെ പൈതൽ ആണ്ടവർക്ക് പ്രസാദമായ രീതിയിൽ നമ്മൾ വസിച്ചിടണം. നമ്മുടെ ആണ്ടവർ നമ്മൾ ആഗ്രഹിക്കുന്നത് ആണ്ടോർക്ക് പ്രസാദമായ. ആണ്ടോർക്ക് പ്രസാദം എന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടം എന്നത് അത് നമ്മൾ പണ്ടുക. അതായത് അവൻ എന്നാ തേവപ്പെടുക അത് നമ്മൾ ചെയ്യുക. അവന് ഇരുട്ടത്തിലുള്ള കാര്യങ്ങൾ അവന് തേവപ്പെടാതെ, അവന് ഇഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ നമ്മൾ അന്ധകാരത്തിൽ പണ്ണുന്ന കാര്യങ്ങൾ അവന് തേവപ്പെടാതെ, അതായത് നമ്മൾ പാപത്തിൽ പിന്നെയും ജീവിക്കുന്ന അവന് തേവപ്പെടാതെ, എന്നിട്ട് നമുക്ക് എന്നെ വേണം? അവന് പ്രസാദമായ രീതി. അതായത് നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാകുമ്പോൾ വെളിച്ചത്തിൽ നമ്മൾ കാണുമ്പടി നമ്മൾ ജീവിക്കണം. അതായത് നമുക്ക് ശരിയോ തപ്പോ എന്ന് നമുക്ക് എന്നാ പറ്റും? നമുക്ക് വെളിച്ചത്തിൽ കാണാൻ പറ്റും. നമ്മൾ പാത്ത് നോക്കി, നമ്മൾ ഒരു മുറിയിൽ നമ്മൾ പോയി, ഒരു ഇരുട്ട് മുറിയിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് അടച്ചിരിക്കുക, ലൈറ്റ് ഒന്നുമേ ഇല്ല. നമ്മൾ എന്നാ പറ്റും? അങ്ങ് എവിടെ എന്നെ ഇരിക്കും നമുക്ക് തിരിയുമോ? നമുക്ക് തിരിയാതെ. കാരണം നമുക്ക് ഇത് പൂർണ്ണമായി ഇരുട്ടിൽ നമുക്ക് ഒന്നുമേ കാണാൻ മുടിയാതെ. നമുക്ക് ഇരുട്ടിൽ കാണാൻ കഴിയുമ്പോൾ നമ്മൾ എന്നാ പറ്റും? നമുക്ക് ഒരു സാധനം ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് പോകുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും പോയി ചെന്ന് മുട്ടും. കാരണം നമുക്ക് തിരിയാതെ, കാരണം കംപ്ലീറ്റ് ഇരുട്ട് താൻ. അന്നേരം അതേപോലെ താൻ ആണ്ടവർ നമ്മൾ തപ്പി വീഴും. അതായത് നമ്മൾ വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നെ വേണം? വെളിച്ചമായിരിക്കണം. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാകുമ്പോൾ താൻ നമുക്ക് വെളിച്ചം கிடைக்கும். അന്നേരം നമ്മൾ ഇങ്ങനെ சொல்லுவேன். 9-ാം വാക്യത്തിൽ നമ്മൾ அப்படி നമ്മൾ എല്ലാമേ പാക്കുമ്പോൾ നമുക്ക് എന്നാ பண்ணണം? ആണ്ടോർക്ക് പ്രസാദമായ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അതായത് ആണ്ടവർക്ക് എന്നെ തേവപ്പെടുമോ, ആണ്ടവർ എന്നാ നമ്മളിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കണമോ അതുതാൻ നമ്മൾ ചെയ്യണം. അത് നമ്മൾ ആണ്ടവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ പണ്ണുമ്പോൾ എന്നാ പറ്റും? ആണ്ടവർക്ക് നമ്മളോട് കോപം വന്നിടും. അത് ആണ്ടവരുടെ കോപം നമുക്ക് സഹിക്കാൻ മുടിയാതെ. അതുകൊണ്ട് നമ്മൾക്ക് എന്നാ ചൊല്ലുന്നത്? നമ്മൾ ആണ്ടവർക്ക് പ്രസാദമായ രീതിയിൽ താൻ നമ്മൾ വാസം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അപ്പടിത്താൻ നമ്മൾ ജീവിക്കണം എന്ന് ചൊല്ലുന്നത്. അതിൽ നമ്മൾ മുന്നാടി വായിക്കുകയും കർത്താവിന് പ്രസാദമായ എന്തെന്ന് പരിശോധിച്ചുകൊണ്ട്, അതായത് നീ പരിശോധിക്കണം. അതായത് നീ അത് പാക്കണം. ഇത് ശരിയോ തെറ്റോ, അല്ലെങ്കിൽ ആണ്ടവർക്ക് ഇത് പ്രസാദമാണോ അല്ലയോ എന്ന് നീ അത് പരിശോധിക്കണം. ആരുടെ ഡ്യൂട്ടി? വേറെ ആരും നിന്നോട് ചൊല്ലുകയല്ല. നീ തന്നെ പാത്ത് നീ അത് ശരിയാണോ ഇല്ലയോ തപ്പോ ഇല്ലയെന്ന് നീ പാത്തിട്ട് നീ അപ്പടി താൻ പണണം. അതായത് നിന്നോട് വേറെ ആരുമല്ല ചൊല്ലുന്നത്. കാരണം നീ ആരുടെ മക്കൾ താൻ? വെളിച്ചത്തിൻ്റെ മക്കൾ. വെളിച്ചത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയും തെറ്റും നമുക്ക് തിരിയും. அப்படி திரியும்போல் നമ്മൾ എന്നാ பண்ணணும்? നമ്മൾ ചെയ്യുന്നത് ശരിയോ തപ്പോ എന്ന് നമ്മൾ തന്നെ പരിശോധിക്കണം.
வேறு யாருமே அல்ல. நம்ம சொல்லி பாஸ்டர் அப்படி சொல்லியாச்சு, അല്ലെങ്കിൽ இவர் அப்படி சொல்லியாச்சு, അല്ലെങ്കിൽ எல்டர் அப்படி சொல்லியாச்சு, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ அப்படி சொல்லியாச்சு, இவர் அப்படி சொல்லியாச்சு. അതല്ല. നീ നിനക്ക് എന്നാ பண்ணണം, നീ പരിശോധിക്കണം. അതായത് ഇപ്പം ഞാൻ നിന്നോട് ഇപ്പം ഈ വചനം ചൊല്ലുക, നീ എന്നാ பண்ணണം, നീ പരിശോധിക്കണം ഇത് ശരിയോ തപ്പോ ഇല്ലയോ എന്ന്. ഞാൻ ചൊല്ലുന്നത് നിനക്ക് നീ വിചാരിക്കും ഇതെല്ലാം ശരിയെന്ന് വിചാരിച്ചാൽ അത് ശരിയാവാതെ. അത് ഞാൻ ശരിയെ നിന്നോട് പേശിയേ ഉള്ളൂ, അത് വേറെ കാര്യം. എന്നാൽ ഞാൻ എന്നാ ചൊല്ലുന്നത്, ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പേശുന്നത്. ആ വചനത്തിന് അടിസ്ഥാനമല്ലാതെ ഒന്നുമേ ഞാൻ പേശാതെ വചനം എന്നാ ചൊല്ലുക അതുதான் ഞാൻ പിന്നോട് പേശുന്നത്. അന്നേരം എങ്ക ആണ്ടവർ എന്നെ ആണ്ടവർ എന്നെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആണ്ടവർക്ക് എന്നെ നമ്മളിൽ നിന്ന് തേവപ്പെടുന്നതെന്ന് ചൊല്ലിയാൽ അവനെ നമ്മൾ പരിശോധിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഈവൻ ആര് പറഞ്ഞാലും നമ്മൾ അത് പരിശോധിക്കണം. അത് നമ്മൾ ശരിയോ തപ്പോ ഇല്ലെന്ന് നമ്മൾ പരിശോധിച്ച് വേണം നമ്മൾ ചെയ്യേണ്ട. അപ്പടി ചെയ്തെങ്കിൽ മറ്റുമേ പരിശോധിച്ച് കൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. അത് മാത്രമല്ല, അത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ വെളിച്ചത്തിലുള്ളവരായെന്ന് നമുക്ക് തിരിയും. ഇരുട്ടുള്ളവർക്ക് അത് തിരിയാതെ നമ്മൾ വെളിച്ചത്തിലുള്ളവരാണെന്ന് നമുക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ பண்ணണം, വെളിച്ചത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് വെളിച്ചത്തിലിരിക്കുമ്പോൾ നമുക്ക് കാണുന്ന, അതായത് നമുക്ക് എല്ലാമേ பார்க்க முடியும். ഏതെങ്കിലും കാര്യങ്ങൾ பார்க்க முடியாതിരിക്കുമോ? വെളിച്ചത്തിൽ നമുക്ക് കാണാൻ വയ്യാത്ത ഏതെങ്കിലും ഇരിക്കുകയോ? ഇരുട്ടിലിരിക്കുന്ന നമുക്ക് பார்க்க முடியுമോ? ഇല്ല. അത് കണ്ടിപ്പായി നമുക്ക് பார்க்க முடியாது. എന്നാൽ വെളിച്ചത്തിലിരിക്കുന്ന നമുക്ക് பார்க்க முடியுമോ? കണ്ടിപ്പായി பார்க்க. അന്നേരം വെളിച്ചം എന്നാണ് சொல்லி, വെളിച്ചം എന്നത് வெளிச்சம் அதாவது சூரியன் பிரகாசமாக அதாவது வெளிச்சம்னு சொல்லுது. இங்கே சொல்லுது வெளிச்சம்னு சொல்லுது வചനം. വചനത്തിന് தேவைப்படுന്ന രീതിയിൽ தான் നമ്മൾ ചെയ്യണം. അത് വചനം അത് அப்படி ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, எப்படி വചനം നമ്മോട് പേശുത് അത് മാതിരി താൻ നമ്മൾ ചെയ്യണം. അന്നേരം നമ്മുടെ മെഷറിങ് ടേപ്പ് എന്നാ ചൊല്ലിയാൽ വചനം താൻ. അന്നേരം വചനത്തിൻ്റെ വെളിച്ചത്തിന് അനുസരിച്ച് വേണം നമ്മൾ പെരുമാറാൻ. അന്നേരം അത് ഇങ്ങനെ നമ്മൾ 9-ാം വാക്യത്തിൽ ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ, ആണ്ടവർക്ക് പ്രസാദമായ രീതിയിൽ നമ്മൾ തന്നെ പരിശോധിച്ച് നമ്മൾ തന്നെ പാത്ത് അത് ശരിയോ ഇല്ലയോ എന്ന് അത് നമ്മൾ പാത്ത് അത് മാത്രമല്ല എന്നാ വേണം, അത് നമ്മൾ എന്തെന്ന് പരിശോധിച്ച് വെളിച്ചത്തിലുള്ള കൊണ്ട് നടന്നുകൊള്ളുകയും അത് അപ്പടി നടക്കണം എന്ന് ചൊല്ലി നമ്മൾ, അതായത് നടക്കണം എന്ന് ചൊല്ലിയാൽ നമ്മൾ ഇരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ അപ്പടിയേ ഇരുന്ന് പോകും. നടന്നുകൊള്ളുന്നതിന് നമ്മൾ അപ്പടിയേ നമ്മൾ ബലം പ്രാപിച്ച് നടക്കണം. ഒരുത്തൻ എപ്പോഴാണ് ഇരിക്കുന്നത് നമ്മളൊന്ന് പാത്ത് നോക്കി, എപ്പോഴാണ് ഒരുത്തൻ ഇരിക്കുന്നത്? ഇപ്പം ഞാനിപ്പം ഉட்காருന്ന് കഴിഞ്ഞാൽ എപ്പം ഉட்காருക? ടയേർഡായിരിക്കുമ്പോൾ. അതായത് നമ്മൾ വചനം കേട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല എനർജി ആയിരിക്കാം. നമ്മൾ എന്നാ പണം, നമ്മൾ ഒരിടത്ത് ഉட்காരാതെ എന്നാ പണം, നമ്മൾ എഴുന്നേറ്റ് നടക്കും. അന്നേരം ഇங்கே ஆண்டவர் சொல்லுது நீ நடக்கணும் എന്നാണ് சொல்லுது. നീ നല്ലപോലെ നീ വചനം കേട്ട് പാക്ക്. ആണ്ടോട് சொல்லுது നീ നടക്കണം. അതായത് നീ ഉட்காരുകയല്ല, അല്ലെങ്കിൽ നീ പടുക്കുകയല്ല നിനക്ക് தேவைப்படுது. നിനക്ക് എന്നാ ചെയ്യണം, നീ നടക്കണം എന്ന് ചൊല്ലിയാൽ നിൻ്റെ ഈ വചനം നീ മറ്റുള്ളവർ, അതായത് നീ എங்கே പോകുമോ വെളിച്ചം അங்கே വിസരണം. അതായത് നമ്മൾ നമ്മുടെ പക്കത്തിൽ ഒരു മെഴുതിരി ഇരിക്കുകയും, മെഴുതിരി അത് കത്തിച്ചിരിക്കുക, അത് പ്രകാശം ഇരിക്കും. അത് ഇരുട്ടിലിരിക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും, നമ്മൾ ഒരിടത്ത് വെച്ചാൽ നമുക്ക് എല്ലാമേ കാണാൻ പറ്റുമോ? അതല്ല, ആ മെഴുതിരി നമ്മൾ ഇരുട്ടിൽ നിന്ന് നമ്മൾ പോകുന്നിടത്തെല്ലാം പോകുമ്പോൾ എന്നാ പറ്റും, അങ്ങെല്ലാം വെളിച്ചം വീശും, നമുക്കെല്ലാമേ പാക്കാൻ പറ്റും. അതായത് എങ്കെയൊക്കെ നമ്മൾ പോകുന്നോ അത് എപ്പടി പറ്റും, നമ്മൾ ആ മെഴുതിരി അല്ലെങ്കിൽ ആ ലൈറ്റ് നമ്മൾ അത് കൊണ്ട് പോയിടണം. അതുകൊണ്ട് നടന്നിടണം. അതായത് നമ്മൾ നടക്കാതിരിക്കുക എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തപ്പാണ് പണത്. ആണ്ടവർക്ക് ചിത്തം എന്നത് നമ്മൾ അവൻ്റെ വഴികളിൽ നടക്കണം എന്നാണെന്ന്. അതായത് നമ്മൾ ആ വഴികളിൽ നടക്കുമ്പോൾ നമ്മുടെ വെളിച്ചം നമുക്ക് மட்டுമല്ല വേറെ ആർക്ക് கிடைக்கும், മറ്റുള്ളവർക്കും கிடைக்கும். ഇപ്പം നീ ഇപ്പടി ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ എൻ്റെ റൂമിൽ മാത്രം വെളിച്ചമിരിക്കെ, ആ വെളിച്ചം വെളിയിലും കൂടെ വരണമെന്നുണ്ടെങ്കിൽ എന്നാ പറയണം, ആ വെളിച്ചം ഞാൻ വെളിയിലും കൊണ്ടുവരണം. അതിന് വെളിച്ചം വരുമ്പോൾ എല്ലായിടത്തും എവിടെയൊക്കെ പോകുമോ അങ്ങനെയൊക്കെ വെളിച്ചം വരും.
അന്നേരം നമുക്ക് ആണ്ടവർ എന്നാ നമ്മളിൽ നിന്ന് ആശ വെക്കുന്നത്, ആണ്ടവർ എന്നാ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അവൻ ആശ വെക്കുന്നത് എന്ന് ചൊല്ലിയാൽ, നീ വെളിച്ചം നിനക്ക് മറ്റും അല്ല നിനക്ക് അത് ഉപയോഗപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ നീ അത് നിനക്ക് മറ്റും അല്ല നീ അത് നിനക്ക് വേണ്ടി മറ്റും വെക്കാതെ മറ്റുള്ളവർക്കും ഉപയോഗപ്പെടുത്തണം. വെളിച്ചം മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ താൻ എന്നെ പറ്റും, ആണ്ടവരുടെ ചിത്തമായിട്ട് വരും. അത് നമ്മുടെ പ്രോബ്ലം എപ്പോഴും എന്നതാണെന്ന് അറിയാമോ, നമ്മൾ തന്നെ എല്ലാമേ എടുത്ത് വെച്ചിരിക്കും. നമ്മൾ ആർക്കുമേ കൊടുക്കാതെ, നമ്മൾ വെളിച്ചം ആർക്കുമേ കാണിക്കാതെ അത് അപ്പടി വെക്കുകയെന്നുണ്ടെങ്കിൽ അതും തപ്പുതാൻ. അന്നേരം നമുക്ക് ആണ്ടവർ എങ്കിൽ சொல்லுது, നീ വെളിച്ചത്തിൽ നടക്കണം. അതായത് നീ മറ്റുള്ളവർക്ക് നിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് നീ കാമിക്കണം. നീ അപ്പടി വെളിച്ചം നീ കാമിക്കുമ്പോൾ എന്നാ പറ്റും, അപ്പം തന്നെ ആണ്ടവർക്ക് പ്രസാദമായിരിക്കേ. ഇங்கே മെയിൻ പോയിന്റ് എന്നതാ, ആണ്ടവർക്ക് പ്രസാദമായിരിക്കുക. അത് 9 നമ്മൾ വായിച്ചില്ല. ഇപ്പോൾ കർത്താവിന് മുമ്പേ നമ്മൾ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ച്, അതായത് ആണ്ടവർക്ക് എന്നാ പ്രസാദമായിരിക്കുന്നത് എന്ന് നീ പരിശോധിച്ച് എന്നെ വേണം നീ ആ വേല ചെയ്യാൻ. അതായത് നീ ആണ്ടവരുടെ വെളിച്ചം താൻ, ആണ്ടവർ നിനക്ക് വെളിച്ചം തന്നിരിക്കുക, ആണ്ടവർ നിനക്ക് വചനം തന്നിരിക്കുക, ആണ്ടവർ നിനക്ക് തന്ന വെളിച്ചം നീ എന്നാ பண்ணണം, നീ അത് വെച്ച് ഉക്കാറിയിരിക്കാതെ നീ എന്നാ பண்ணണം, ആ വെളിച്ചം ലോകത്തോടെ കാമിക്കുക. അതായത് ലോകം നിൻ്റെ വെളിച്ചം, നിന്നിലുള്ള വെളിച്ചം കാണണം. അത് നിൻ്റെ ഉള്ള വെളിച്ചം കാണുമ്പോൾ എന്നാ പറ്റും, അവരും വെളിച്ചമായിടും. നിൻ്റെ വെളിച്ചം മറ്റുള്ളവരുടെ വെളിച്ചത്തിൽ നീ കത്തിക്കണം. അതായത് അവിടെ ശരി, അല്ലെങ്കിൽ ഇപ്പടി ഞാൻ ചൊല്ലാം, വേറൊരാളുടെ പക്കത്തിലും മെഴുകുതിരി ഇരിക്കെ, അവൻ ആ മെഴുകുതിരി ഇരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് അവന് കാണാൻ പറ്റുമോ? അത് കത്തിക്കണം. അത് കത്തിക്കുമ്പോൾ താൻ അവർക്കും പ്രകാശം കിടക്കും, നമുക്കും പ്രകാശം കിടക്കും. അതായത് നമ്മൾ പ്രകാശം കിടക്കേണ്ട നമ്മുടെ മെഴുകുതിരി കത്തിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ മെഴുകുതിരി കത്തിക്കണം. അതിന് നമ്മൾ എന്നാ பண்ணണം, നമ്മൾ ഇരിക്കാതെ നമ്മൾ എന്നാ பண்ணണം, നമ്മൾ അവൻ്റെ പക്കത്തിലെ പോയിടണം. അന്നേരം അവൻ്റെ വെളിച്ചവും അവ കത്തിക്കും. കാരണം നമ്മൾ വിശ്വാസികളുടെ എല്ലാ പക്കത്തിലും വചനം ഇരിക്കും. അത് വചനം താൻ വെളിച്ചം. ആ വെളിച്ചം ഇരിക്കുമ്പോൾ നമ്മൾ എന്നാ பண்ணണം, അവൻ്റെ പക്കത്തിലെ പോകണം. ഞാൻ നിർത്തുவோம். പിന്നെയും ഞാൻ നിങ്ങളോട് சொல்லுவோம், ആണ്ടോർ നമ്മുടെ പാപങ്ങളെ മോചിച്ചാച്ച്, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചാച്ച്, അവൻ നമ്മൾക്ക് വെളിച്ചം തന്നാച്ച്. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാകുമ്പോൾ ആണ്ടോർക്ക് ചിത്തമായത് നമ്മൾ ചെയ്യണം. ആണ്ടോർക്ക് ചിത്തമായത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആണ്ടവർക്ക് പ്രസാദമാവാതെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിർത്തുക. ആണ്ടവർ നമുക്ക് നൽകിയ സമയത്തിനായി സ്തോത്രം ചെയ്യാം. നമുക്ക് നാളെ ഇതിലും കൂടുതൽ നമുക്ക് പഠിച്ചിടാം. ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.